അങ്ങനെ അമ്മായിയമ്മയെ തലക്കടിച്ച് കൊന്നതിന് റോബർട്ടിന് ഇരട്ട ജീവപര്യന്തം കിട്ടി. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിഞ്ഞാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. എന്നാൽ പുള്ളി മറ്റാരുമായിട്ടൊരു ബന്ധമില്ല. നാടുമായിട്ടോ വീടുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റൂ. എന്നാൽ ഇവിടെ ഇതൊരു ഫ്രോഡാണ്, ഇതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യാനും പോകില്ല. മരണപ്പെട്ട തങ്കത്തിൻ്റെ മകൾ പ്രീതയുടെ ഭർത്താവ് മരിച്ചിട്ട് കുറേ കാലമായി. ഒരു കുട്ടിയുമുണ്ട്. രണ്ടാമത് വിവാഹാലോചനകൾ നോക്കുമ്പോൾ ഒരു ആലോചന വന്നു. ഒന്നും നോക്കിയില്ല, കെട്ടിച്ചങ്ങ് കൊടുത്തു. പിന്നെയാണ് അറിയുന്നത് റോബർട്ട് അത്ര നിസാരക്കാരനല്ലെന്നുള്ള കാര്യം. റോബർട്ട് ഈ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ താമസം അങ്ങനെയുള്ള പരിചയമുള്ളൂ, അല്ലാതെ ഇവിടെയായിട്ട് ബന്ധമുള്ള ആളല്ല. ഇവിടുത്തെ കുട്ടിയെ രണ്ടാമത് കല്യാണം കഴിച്ചാൽ ആദ്യത്തെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ പുള്ളിയാണ് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് അങ്ങനെ ഇവിടെ അത് ഒരു ഫ്രോഡാണെന്നാണ്. കാരണം ഇവിടെ ആരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. വരും ഇവിടെ അങ്ങനെ കഴിയാൻ പോകും. ഇല്ല ഇവിടെ ആരുമായിട്ട് സാധാരണ അല്ലാണ്ട് പകൽ ഇവനെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞൊക്കെ വരും. പകൽ പണിയില്ലെങ്കിൽ പോലും ഉടനെ രാവിലെ അങ്ങനെയിട്ട് അങ്ങ് പോകും. ആരോടും മിണ്ടില്ല, നാട്ടുകാരുടെ മുഖത്ത് പോലും നോക്കില്ല. തികഞ്ഞ മദ്യപാനി, പിന്നെ പോക്സോ കേസിലെ പ്രതിയും. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല കേട്ടോ. ആള് പണിക്ക് പോകില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആ പാവ സ്ത്രീ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശ് മുഴുവൻ മദ്യപിക്കാൻ കൊടുക്കണം. ആ വഴക്ക് ഒടുവിൽ ഇങ്ങനെയുമായി. അവർ ഇവിടെ വന്നിട്ട് പൈസ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. വന്ന് വെള്ളം അടിച്ചുകൊണ്ട് പണിക്ക് പോകാതെ വീട്ടിലുള്ള 37 തൊഴിലുറപ്പ് പോകും. ആ പൈസ വെച്ച് കടങ്ങൾ ചോദിക്കണതും വെള്ളം അടിക്കാൻ വേണ്ടി പിന്നെ ബൈക്കിൽ കറങ്ങണം, അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ 36 തൊഴിലുറപ്പിന് പോയിട്ട് കഷ്ടത പറയും. ജോലിക്ക് പോയി ഇതിനൂടെ ഇട വന്നിടക്കണമൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ഇവിടെ പോയിട്ട് വന്ന ഉടനെ കമ്പി പാര എടുത്ത് തലയിൽ അടിച്ചു. ഞാൻ അവിടെ നിന്നുകൊണ്ട് കണ്ട് അല്ല ഈ വഴക്കൊക്കെ കണ്ട് ഒരു ബഹളം കാണിയാൽ ഞാൻ വന്ന് മര്യാദയിലേക്ക് ഇതല്ലേ. അപ്പോൾ അവിടുത്തെ ആളുണ്ട്. അത് അപ്പോൾ ഞാൻ പയ്യൻ വന്ന് പറഞ്ഞ് ഇതല്ലേ ഇനി വഴക്ക് കിടക്കണമെന്ന് പറഞ്ഞു. ഇനി വന്നപ്പോൾ അതിനും പാടി കിടന്നു. ഞാൻ തന്നെ വന്ന് അവൻ്റെ ഇതൊക്കെ കണ്ടുപിടിച്ചൊക്കെ മാറ്റണം. അടിച്ച് തലയിൽ ഇവിടെ വീണ് കിടക്കുന്ന ബോധമല്ല ഇവിടെയാണ്. അത് അവിടെയാണ് കസേര ഇരുന്നത്. അവിടെ നിന്ന് അടിച്ച് നേരെ വന്ന് ഇവിടെ തല ഇവിടെ കിടന്നത്. ഇപ്പോൾ തല ഇവിടെ കിടന്ന് അപ്പോഴവനെ അവിടെ നിന്ന് വിളിച്ച് പിന്നെ പയ്യൻ തള്ളയൊക്കെ വന്നു. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് വെള്ളങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവനെ ആശുപത്രി കൊണ്ടുപോയി. ഇല്ല ഈ വിളിച്ച ഉടനെ പറയുന്നത് ഫസ്റ്റിൽ കണ്ട ഞാൻ തന്നെ സാക്ഷി. ഞാൻ തന്നെ സ്വഭാവം നേരത്തെ ഈ പയ്യന്മാരില്ല വേറെ കേസിലെ പ്രതിയാണ്, പെണ്ണുമായിട്ടുള്ള ഒരു പ്രതിയാണ്. പിന്നെ ഇവിടെ വന്നിട്ടും പണിക്ക് പോയിട്ട് വല്ലപ്പോഴും വരും. വന്നിട്ട് ഒരു ബൈക്കുണ്ട്, സ്പീഡിൽ പോവുക, ആട്ടോ അടിച്ച് വരിക. സ്പീഡ് വർക്കാണ് ഇപ്പോഴും, ഒരിക്കലും ഇരിക്കില്ല. പിന്നെ പൈസ കടമായിപ്പോൾ അത് വായ്പ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. രാവിലെ പോകും വേറെ അവൻ്റെ കുടുംബത്തിലൂടെ പോയി ഇത്തിരി വെള്ളം നോക്കണം. ഇപ്പോൾ കിടന്നവിടെ ഒരു ബഹളം കേട്ടു. അപ്പോൾ അവിടെ ഉള്ളൊരു എൻ്റെ ഒരു സഹോദരനാണ് വന്ന് എന്നെ പിടിച്ചപ്പോഴത്തെ ഇതെല്ലാം അടിച്ച് തലയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിരുന്നു. ഇന്ന് മദ്യപിച്ചിട്ടുണ്ട് ഇവൻ. കാരണം ഇവനെ ഇവിടെ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. 1 വർഷത്തിലധികം ആയി ഇവിടെ താമസിച്ചിട്ട് തന്നെ 1 വർഷത്തിലധികം വരും തോന്നുന്നു. അവളെ ഉപദ്രവിക്കുമായിരിക്കും. ഉപദ്രവിക്കും. ഇവർക്കില്ല, പക്ഷെ അവളുടെ ആദ്യത്തെ മാരേജിലൊരു പയ്യനുണ്ട്. ആ കുട്ടിക്ക് അടി കൊടുക്കും. ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അതൊരു ബാധ്യതയായി.